നന്മയേക്കാൾ തിന്മയുടെ നേർക്കാഴ്ചകളാണ് അധികവും. മാംസളമായ ഹൃദയങ്ങളും കരുണാർദ്രമായ പ്രവൃത്തിയും തുലവും വിരളമായിരിക്കുന്ന ഒരു കാലം. ആശ്വാസപ്രദരോ വിശ്വാസപ്രദരോ വിശുദ്ധിക്കും വേർപാടിനും ജീവിതത്തിൽ വില കൽപ്പിക്കുന്നവരോ വിശ്വസ്ത മാനസരോ അന്യമായിക്കൊണ്ടിരിക്കുന്ന നാളുകൾ. വീടുകളിൽ പോലും ഒറ്റയ്ക്കിരിക്കുവാനും സ്വയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനും നമ്മെ പഠിപ്പിച്ചത് കോവിഡാണ്. ക്വാറന്റൈനും കോവിഡുമൊക്കെ വിട്ടകന്നിട്ടും ചേർന്നു നിൽക്കുവാനും ചേർത്ത് പിടിക്കുവാനും നാം ഇന്നും വിമുഖത കാട്ടുന്നു. അത്യന്തം ആപൽക്കരമായ ഒരു പ്രവണതയാണിത്. എന്നാൽ വിശുദ്ധ തിരുവചനം എക്കാലത്തുമുള്ള ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്. തിരികെ വിടുവാൻ നിവൃത്തിയില്ലെന്നാകിലും അർഹരായവർക്ക് അർഹമായത് ചെയ്യുന്നതത്രേ നന്മ. അത് സദാ സമൃദ്ധിയിൽ നിന്നാകണമെന്നില്ല. 5 അപ്പവും 2 മീനും പുരുഷാരത്തിൻ്റെ വിശപ്പിന് പ്രതിവിധിയായി അർപ്പിച്ച ബാലകൻ്റെ പക്കൽ ശേഷിപ്പൊരൽപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു അത് പൂർണ്ണ മനസ്സോടെ ആയിരിക്കണമെന്ന്. പൂർണ്ണമായും വളഞ്ഞ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന അമ്പ് മാത്രമേ ലക്ഷ്യത്തിലെത്തുന്നുള്ളൂ. അപ്രകാരം തന്നെ പൂർണ്ണ മനസ്സോടെ നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികളെ ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ. അത് സ്വയം പ്രശംസയ്ക്കും പാരിതോഷികങ്ങൾക്കും വേണ്ടിയാകരുത്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്നതാണ് അതിനെക്കുറിച്ചുള്ള ദൈവവചന സാക്ഷ്യം. ചെയ്ത നന്മയ്ക്ക് പ്രത്യുപകാരം സ്വീകരിക്കുവാൻ വ്യവസ്ഥയില്ല. ഉണ്മയോ ഇല്ലായ്മയോ എന്തു തന്നെയായിരുന്നാലും അർഹനായവൻ എതിർപ്പെട്ടാൽ നന്മ ചെയ്യാതിരിക്കുന്നതിന് ന്യായമില്ല. പ്രശംസയോ കയ്യടിയോ ഇല്ല. സ്ഥാപിത നേട്ടങ്ങളോ സ്ഥാനമാനങ്ങളോ പാടില്ല. ഇക്കാരണത്താൽ തന്നെ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകുവാനിടയുണ്ട്. അത് മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയെയും എക്കാലത്തുമുള്ള ദൈവമക്കളെയും ഉപദേശിക്കുകയാണ്: നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്.